മഴക്കാലമായ ഒരു ചെടി വെക്കൽ എനിക്കും ഉണ്ട് കേട്ടോ, എല്ലാവരുടെ പോലെയും. പക്ഷെ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഞാൻ. പിന്നെ എന്താണെങ്കിലും ചെടി വെച്ചാൽ അതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക്. കാരണം ഇവിടുന്ന് ഒരു പ്ലാവ് കൊണ്ടുപോയിട്ട് പിന്നത്തെ വർഷം തന്നെ 3 ചക്ക ഉണ്ടായി. ഈ വർഷം ഒരു 10-12 ചക്ക ഉണ്ടായി. വിഷുക്കടി ഞാൻ ചക്ക എൻ്റെ വീട്ടിലേക്ക്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ ആ ഒരു പ്ലാവ് നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ എന്താ പറയുക ആഗ്രഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ആ ചക്ക. അത് അത്രയും നന്നായിട്ടുണ്ടായി കണ്ടപ്പോൾ എനിക്ക് ഇവരോടുള്ളൊരു വിശ്വാസം കൂടി. അപ്പം ഞാൻ വർഷത്തിലൊരിക്കൊക്കെ വന്ന് കുറച്ച് എന്താ പറയുക പേരയ്ക്ക അല്ലെങ്കിൽ കണിക്കൊന്ന മേടിച്ചിട്ടുണ്ട് ഇന്ന്. കാരണം ആ വീട്ടിലെ കണിക്കൊന്നേമ്മ ഇങ്ങോട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് അടുത്ത വർഷം കൊന്നപ്പൂ തരുന്നതാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത്രയും റേറ്റ് കുറവിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ തൊട്ടടുത്താണിത്. അപ്പം ഞാൻ ആ കുട്ടിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പലരെയും കൊണ്ടുവന്ന് ഇവിടുന്ന് ചെടികൾ വാങ്ങിപ്പിക്കാറുണ്ട്. വളരെ ന്യായമായ ബെസ്റ്റ് റേറ്റിലാണ് തരാറ്. എല്ലാം ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തരാറുണ്ട്. അപ്പോൾ പ്ലാവ് നമുക്ക് വിചാരിക്കും നമുക്ക് അത് നടക്കില്ല എന്ന്. പക്ഷെ ഞാൻ പ്ലാവ് വെച്ചു, മാവ് വെച്ചപ്പോൾ എനിക്ക് ആകെ ഒരു 8.5 സെൻറ്റ് സ്ഥലമാണ്. അത് വഴിയും വീടൊക്കെ കഴിഞ്ഞിട്ട് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ അത്രയും സന്തോഷമായി. പ്ലാവുമ്പോൾ ഒരു 10-14 ചക്ക, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ചക്ക ഉണ്ടായിട്ട് അതിന് ആ ചക്ക ഒരു ചെറിയത് ഇത്ര ഇത്ര വണ്ണുള്ള ഒരു കൊമ്പിൽ 7 ചക്ക ഉണ്ടായിരിക്കണം. അത് വെയിറ്റ് കൂടിയിട്ട് ഞാനൊരു ചെയറൊക്കെ ഇട്ട് 30 എല്ലാ ചക്കേനും ഇങ്ങനെ ഇരുത്തിയേക്കാണ് ചെയറിൽ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയും വിശ്വാസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക മെയ് മാസം കഴിഞ്ഞാൽ മഴയും അപ്പോഴേക്കും ഒന്ന് ചട്ടിയിലൊക്കെ ആക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം. കാരണം എന്താണെങ്കിൽ ചെടികളെ പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് അപ്പം തന്നെ. വേണ്ട നമ്മൾ എവിടെയെങ്കിലും പോയി വാടി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ചെടികൾക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കുക, അപ്പം തന്നെ അവരത് എന്താ പറയുക സട കുഴഞ്ഞ് എണീക്കണ പോലെയാണ്. അത് അത്രയും ഇതിൽ എണീറ്റ് അങ്ങോട്ട് നിൽക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർന്നു. എപ്പോഴും പ്രകൃതി ഒരു സത്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെടികളും കായ്കനികളും ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ഈ സൈക്കിള് തൊട്ട് സൈക്കിൾ സ്റ്റാൻഡ് ഇതൊന്നല്ല വലിയ സൈക്കിളിന് അതല്ല, അതിന്റെ പൗഡർ കോട്ട് ചെയ്യുമ്പോഴും സാധാ പെയിന്റ് അടിക്കുമ്പോഴും പൈസ. ഈ ഒരു ലവിന്റെ ഷേപ്പുള്ള 2 ചട്ടി വെക്കാം നമുക്ക്. ഈ ഒരു സ്റ്റാൻഡിന് 300 രൂപയാണ്. എത്ര പറഞ്ഞ 300? കുറച്ച് കുറക്കേ 300 ഹോൾസെയിൽ വരിക. 300 ആരും കോയിൽ വെച്ചിട്ട് വരരുത്. ഈ ചേച്ചിക്ക് ആയതുകൊണ്ടാണ് ഹോൾസെയിൽ വില. നമ്മളിത് വീഡിയോ ചേച്ചി കുറെ കാലം ഇവിടുന്ന് വാങ്ങണോ? ഇങ്ങനെ വില. താങ്ക് യു ദീപു. ഇത് തന്നെ വാങ്ങിച്ചു. ഇതൊരു സ്റ്റാൻഡ് വാങ്ങി. ഇതൊക്കെ ഇന്ന് വന്ന് വാങ്ങിച്ചത്. നല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലാവ്, പിന്നെ ഒരു പേര. ഇത് വയലറ്റ് പേരയെന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള പേരക്കായ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്ലാവ്, മാവ് അല്ലാതെ അടുത്ത വർഷത്തേക്ക് നല്ലൊരു രീതിയിൽ കുറച്ച് പൂച്ചെടി വാങ്ങിച്ചിട്ടുണ്ട്, 2 എണ്ണം. അപ്പം ഇത്രയും വാങ്ങിച്ചു. റേറ്റ് എത്രയും നമുക്ക് കാണുന്നത്. ആ വലിയൊരു ആനയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. വലിയൊരു ആന. മുരിങ്ങ ഉണ്ടോ ദീപു? ഇതാ മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൈന ഡോള്. അഗ്ലോണിമ. സെല്ലം. ഇതെന്താ? ഇതിന്റെ അല്ലേ നോക്കി ഇങ്ങനെ അടക്കടക്ക്. ബിറ്റൂണിയ. ഇതിലൊരു റെഡ് പൂവുണ്ടാവും കേട്ടോ. ഇത് കലാത്തിയ. പിന്നെ നമ്മുടെ പ്ലാവ്, മാവ്. ലില്ലി വേണ്ട. എന്ത് മുരിങ്ങ ഉണ്ടാ? ചെറുത് മുരിങ്ങ. എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക്, ചാണപ്പൊടി, കുമ്മായം. അത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് മണ്ണിൽ മിക്സ് ചെയ്യും. മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് മൂടുക. അടിവളായിട്ട് ചാണപ്പൊടി കയ്യിലുണ്ടെങ്കിൽ എക്സ്ട്രാ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഇടയ്ക്ക് എന്താ ഇടേണ്ടത്?
ഇടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പോ ഹൈബ്രിഡ് ഐറ്റംസ് ഇപ്പൊ എടുത്തിട്ടുണ്ടോ ഹൈബ്രിഡ് ഐറ്റംസ് 3 മാസം കൂടുമ്പോ ചാണപ്പൊടി എല്ലുപൊടി ഇട്ട് കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല.